ഇത്രയധികം അനുഭവങ്ങളുണ്ടെങ്കിലും ഒരിക്കൽ പോലും പൊളിറ്റിക്സ് വിടാമെന്നോ ഞാൻ ഇത്രയധികം എന്തിന് ഞാൻ ത്യാഗം എടുക്കുന്നു അങ്ങനെ ഒരിക്കലും അത് തോന്നിയിട്ടില്ല. എനിക്കെന്നല്ല, ഇതിനകത്ത് വന്നിട്ടുള്ള ഒരാൾക്കും തോന്നില്ല. തോന്നില്ല. ഇതല്ല ഇതിനപ്പുറം അതൊരു സംഭവിച്ചാലും പക്ഷെ നിങ്ങളെ ഓൾ ദ മോർ കൂടുതലും ആക്റ്റീവ് ആക്കാൻ, നിങ്ങളെ ആക്റ്റീവ് ആക്കും. പവർഫുൾ ആക്കാൻ, സ്ട്രോങ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുള്ളൂ അത്രേ ഉള്ളൂ. ഇത്തരത്തിലുള്ള. അത് തന്നെയാണ്. ഒരിക്കലും ഇതിൽ നിന്ന് വിട്ടുപോകണമെന്ന്, ഇതല്ല ഇതിനപ്പുറം സംഭവിച്ചാലും ഒരാളും ചിന്തിക്കുകയില്ല. ദേ വിൽ ബി മോർ സ്ട്രോങ്. നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോങ്ങർ ആവത്തേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയങ്ങൾ ഞങ്ങൾക്ക് കൂടുതൽ സ്ട്രോങ് ആയി ഞങ്ങൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ഒരു വീറും വാശി, വീറും വാശിയോ എന്നൊക്കെ പറയില്ല, അത് വരത്തേ ഉള്ളൂ. ഓക്കെ. ഈ ഒരു യാത്രയിൽ റിങ്കു ഇന്നിപ്പോൾ എത്തി നിൽക്കുമ്പോൾ, 18 വർഷത്തിൽ നിൽക്കുമ്പോൾ റിങ്കു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കടപ്പാട് തോന്നുന്നത് റിങ്കുവിന് ആരോടാണ്? അല്ല, എന്നെ കൊണ്ടുവന്നിട്ട് ഞാൻ അതിനൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഉണ്ട് എനിക്ക്. ഞാൻ പറയാം, കടപ്പാടെന്ന് പറയുമ്പോൾ എന്നെ ആദ്യമായിട്ട് പൊളിറ്റിക്സിനകത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ചേട്ടനിലൂടെ വന്നു. ചേട്ടൻ വെറുതെ കൊണ്ടുവന്നു. അവിടെ നിന്ന് തന്നെ സുജിത്ത് എസ് കുറുപ്പ് എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു ചേട്ടൻ, ഞങ്ങളൊരു KSUവിൻ്റെ പഴയ സംസ്ഥാന സെക്രട്ടറി എന്നെ KSUവിൽ കൈപിടിച്ച് കൊണ്ടുവന്നു. എൻ്റെ ഉള്ളിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് പഴയ ജില്ലാ പ്രസിഡന്റ് ശ്രീ ആനന്ദ് MG ആണ് എൻ്റെ അടുത്ത് പറയുന്നത്. അത് കഴിഞ്ഞ് അന്നത്തെ KSU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VS ജോയ്, ശ്രീ AM രോഹിത്, വൈസ് പ്രസിഡന്റ് രോഹിത്, ശ്രീ ടിജിൻ ജോസഫ്, ഇവരാണ് എന്നെ കൈപിടിച്ച ഒരു ലീഡർഷിപ്പിലേക്ക് എന്നെ കൊണ്ടുവരുന്നവരാണ്. പിന്നെ എൻ്റെ മെൻറ്ററായിട്ട് അന്നും ഇന്നും നിന്നിട്ടുള്ള ശ്രീ ഹൈബീഡനും ശ്രീ രമേശ് ചെന്നിത്തല എനിക്ക് അന്ന് തൊട്ടേ ഉള്ള ബന്ധമാണ്. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിലും എനിക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുള്ളത് എൻ്റെ കൂടെ നിന്നിട്ടുള്ള സാധാരണ പ്രവർത്തകരാണ്. അവരില്ലെങ്കിൽ ഞാനെന്നല്ല ഒരു ലീഡറും ഇല്ല.